ശ്രീ കെ അനിൽകുമാർ, ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറ്റ് ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉല്ലാസ് ബാബു ഒക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പുതിയ തീരുമാനത്തിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയുമില്ല എന്ന് പൂർണ്ണമായി CPIM വിശ്വസിക്കുന്നു എന്ന് താങ്കൾ വിശദീകരിക്കുന്നു. ഇത് അണികളിൽ പൂർണ്ണമായി തന്നെ ചില നേതാക്കളെ തന്നെ ക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായി പോയി എന്ന വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഈ തീരുമാനം കൃത്യമായി വിശദീകരിക്കാൻ, അണികളോട് വിശദീകരിക്കാൻ ആ സെക്രട്ടറിയുടെ പ്രതികരണം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതാണ്, അങ്ങനെ കൂത്തുപറമ്പുമായി ഇതിനെ കണക്ട് ചെയ്യേണ്ടതേയില്ല, മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാം എന്നതാണോ ശ്രീ അനിൽകുമാർ? അല്ല, CPM-നോ ഗവൺമെന്റിനോ മറുപടി പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഈ നിയമനത്തിലില്ല. നിയമവാഴ്ചയുള്ള ഒരു നാടാണ്. ഇവിടെ എങ്ങനെയാണ് IPS ഉദ്യോഗസ്ഥന്മാരെയും IAS ഉദ്യോഗസ്ഥന്മാരെയും കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്? രാജ്നാഥ് സിംഗിന്റെ കാല് തിരുമുന്ന ഒരു IAS-കാരന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ കാണാം. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന നിലയില്ല. ഇന്ത്യ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ, അമിത്ഷാ സർക്കാരിന്റെ കീഴിൽ ഉപയോഗിക്കപ്പെടുന്നത്? അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ മോദി അധികാരത്തിൽ വന്ന ശേഷം നടന്ന കലാപങ്ങൾ എത്രയോ വലിയ സംഘർഷങ്ങൾ. ഇത്തരം ഒരു കാര്യം ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ BJP പ്രകൃതി അടക്കം ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലൊരു സംഘർഷം അനുവദിക്കുന്നില്ല. BJPക്ക് ശേഷിയുള്ളിടത്ത് രാമനവമി ഘോഷയാത്ര വരുമ്പോൾ സംഘർഷമായി. മയക്കുമരുന്നുകാരെ അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളുടെ നാട്ടില് മനസമാധാനം ഇല്ല ചേട്ടാ, കൊലപാതകങ്ങൾ കുറവാ. ശരി, അദ്ദേഹത്തിന്റെ സമയമാണ്. ആറാട്ടുകയല്ലേ ഇവിടെ? അല്ല, ഇടപെടണ്ടേ? ആ പറഞ്ഞ വിഷയത്തിൽ ഇടപെടണ്ടേ? അതെ, ഉത്തർപ്രദേശില് ഒരു ഘോഷയാത്ര പോകുമ്പോ മുസ്ലിങ്ങളുടെ പള്ളിയെല്ലാം പർദ്ദയിട്ട് മൂടണം. ഇതാണ് ഇന്ത്യ രാജ്യത്തെ അനുഭവം. ഇന്ത്യ രാജ്യത്തെ അനുഭവം ഇതാണ്. ഇതൊന്നും കേരളത്തിലെ പോലീസ് സമ്മതിക്കില്ല. അത് IPS-ഓ IAS-ഓ ഒക്കെ പൊതു ഇന്ത്യയിലാണെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്, മതസൗഹാർദ്ദം ഉറപ്പാക്കുന്നൊരു ഗവൺമെന്റാണ്. അതുകൊണ്ട് വർഗീയവാദികളുടെ ഒരു തരത്തിലുള്ള കടന്നാക്രമണം കേരളത്തിൽ അംഗീകരിക്കില്ല. പിന്നെ ഇന്നലെ പോലീസ് പറഞ്ഞെന്താണ്? ഗുണ്ടകളുടെ ജോലി ചെയ്തു, പോലീസ് പോലീസിന്റെ പണി ചെയ്തു. ഗുണ്ടകളുടെ ജോലി ചെയ്തു, അപ്പൊ പോലീസിന്റെ പണിയെടുത്തു. അങ്ങനെ ഏത് ഗുണ്ടയാണെങ്കിലും പോലീസിന്റെ പണിയെടുക്കാൻ പറ്റുന്ന കേരളമാണ് എന്നല്ലേ ഇന്നലെ അവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നത്? ഞാൻ പറയട്ടെ സാർ, നിങ്ങളുടെ പ്രാപ്തി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ? നിങ്ങളുടെ കഴിവുകെട്ട ആഭ്യന്തര വകുപ്പല്ലേ? ഇവിടെ കൊലപാതകങ്ങൾ ചെറുതാണോ? 4 പേരെയും 3 പേരെയും ഒരു വീട്ടിൽ കൊല്ലുന്നത് ശരിയാണോ? നിങ്ങൾ പറ. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ അനിൽകുമാറിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കിയതിനു ശേഷം വേണം എനിക്ക് ആ ഇടവേളയിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് താങ്കളിലേക്ക് ഉറപ്പായും തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പോൾ അനിൽകുമാർ സംസാരിക്കട്ടെ. ശ്രീ അനിൽകുമാർ. അല്ല, റിജിത്തിനും 24-നും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ഇങ്ങനെ എനിക്കൊരു മറുപടി പറയാൻ അവസരം കിട്ടിയിട്ട് വേറെ ആളുകൾ പറഞ്ഞ പിന്നെ ചർച്ച ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇത് അനിൽകുമാറിന്റെ സമയമാണ്. അനിൽകുമാറിന് സംസാരിക്കാം. ഉല്ലാസ് ബാബുവിലേക്ക് ഉറപ്പായും ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങളിലും എത്ര ഇടപെടലായി? താങ്കൾ സംസാരിക്കൂ, താങ്കളുടെ സമയമാണ്. എത്ര ഇടപെടലായി? താങ്കൾ സംസാരിക്കൂ, താങ്കളുടെ സമയമാണ്. ശ്രീ അനിൽകുമാർ, നിങ്ങൾക്ക് അയാളെ വിലക്കാനാവില്ലെങ്കിൽ, നിങ്ങൾക്ക് അദ്ദേഹത്തെ വിലക്കാനാവില്ലെങ്കിൽ, താങ്കൾ അതിൽ 2 തവണ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ റിജിൽ മാക്കുറ്റി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉല്ലാസ് ബാബു താങ്കളുടെ സമയത്തിൽ ഇടപെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ സമയമാണ്, കെ അനിൽകുമാറിന്റെ സമയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാനും താങ്കളിലേക്ക് വീണ്ടും വരും. അങ്ങനെയല്ലേ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ശ്രീ അനിൽകുമാർ? അതെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് വർഗീയവാദികൾ അഴിഞ്ഞാടുന്നത് കേരളത്തിൽ സാധിക്കത്തില്ല. അത് ഇസ്ലാമിക വർഗീയത കൊണ്ടിരുന്നവരും ഹിന്ദു വർഗീയത കൊണ്ടിരുന്നവരും മറ്റു വർഗീയത കൊണ്ടിരുന്നവരുമെല്ലാം മതവിശ്വാസികളല്ല, അവർ രാഷ്ട്രീയ കച്ചവടക്കാരാണ്. ആ കച്ചവടത്തിന്റെ തലസ്ഥാനമാണ് RSS, BJP. ഇവിടെ പറഞ്ഞല്ലോ, അണികളെ വിഡ്ഢികളാക്കുന്നു. അങ്ങനെയാണോ ഒരു വിഡ്ഢി ആയിട്ട് BJPയുടെ പ്രകൃതി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഭരണഘടന കയ്യിലുണ്ടോ? ഗൂഗിൾ എടുത്ത് നോക്കി BJPയുടെ ഭരണഘടന. BJPയുടെ ഭരണഘടന പറയുന്നു ഗാന്ധിയൻ സോഷ്യലിസം.
1980 BJP ഉണ്ടാക്കിയ BJPയുടെ ഭരണഘടനയിലെ ഉദ്ദേശ ലക്ഷ്യം ഗാന്ധിയൻ സോഷ്യലിസം ആണ്. നടപ്പാക്കുന്ന സോഷ്യലിസം വേണം. അത് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എടുത്തു മാറ്റണം. ഗാന്ധിയൻ സോഷ്യലിസവും മതേതരത്വം വേണമെന്ന് ഭരണഘടന എഴുതിപിടിച്ചിട്ടാണ് BJPക്കാര് ബാബറി മസ്ജിദിന്റെ അടി തോണ്ടിയത്, പള്ളികൾ പൊളിക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത്. നരേന്ദ്രമോദി ഈ വൃത്തികെട്ട പ്രസംഗങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലുള്ള വൃത്തികെട്ട പ്രസംഗം, എന്താ പ്രസംഗം നടത്തിയത്? അനിൽകുമാർ, നമ്മൾ വീണ്ടും ഇടപെടേണ്ടി വരുന്നത്, താങ്കൾ പ്രകോപിതനാവരുത്, വീണ്ടും ഇടപെടേണ്ടി വരുന്നത് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഒരുപാട് മറ്റ് ജനറലായ വിഷയങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾ അതിനുള്ള മറുപടി പറഞ്ഞ ശേഷം എനിക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് കിടക്കണം. ശ്രീ അനിൽകുമാർ. അല്ല, അതല്ലേ പറയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വർഗീയവാദികൾക്ക് കീഴ്പ്പെടുന്ന IAS-ഉം IPS-ഉം ഉദ്യോഗസ്ഥന്മാരുള്ളിടത്ത് കേരളത്തിൽ 3 IPS ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക കിട്ടി, കേന്ദ്രം അംഗീകരിച്ച് കിട്ടി. ഈ കിട്ടിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ RSSകാരെ കാണാതെ നടക്കുന്നവരാണോ? കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ RSSന്റെ ആഫീസിൽ പോകാത്തവരാണോ? ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യത്തിലും. അതുകൊണ്ട് ADGP അജിത് കുമാർ മാത്രമല്ല RSSന്റെ ആഫീസിൽ പോവുക. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോകുന്നവരെല്ലാം രാജ്നാഥ് സിംഗിന്റെ കാല് തിരുമുകയും അമിത്ഷായുടെ വീട്ടിൽ പോയി പാത്രം കഴുകുകയും ചെയ്യുന്ന എത്രയോ പേരെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ BJPക്കാര് അവര് വന്നിട്ട് ന്യായം പറയുകയാണ്. ഏത് ന്യായം? ഇന്ത്യ മുഴുവൻ ഈ വൃത്തികെട്ട പ്രവർത്തനം, ഭരണകൂടത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്തുകയും വർഗീയ കലാപം നടത്തിക്കൊണ്ടിരിക്കുകയും അതിനെല്ലാം പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനം, ഗുജറാത്ത് കലാപം അടക്കം നടപ്പാക്കിക്കൊണ്ടിരുന്ന കൂട്ടർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അണികളെ പറ്റിക്കുന്നു. പറ്റിക്കുന്ന ആരാണ്? പറ്റിക്കുന്ന BJPയാണ്. ആ BJPയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് കൃത്യമാണ്. BJPയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ നിലപാട് മാറ്റിയോ? പരിയാരം മെഡിക്കൽ കോളേജിനെ സ്വകാര്യ ട്രസ്റ്റാക്കി മാറ്റണമെന്നായിരുന്നു കരുണാകരന്റെ ആഗ്രഹം. നടന്നോ? അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ 6 സഖാക്കൾ രക്തസാക്ഷികളായത്. ഞങ്ങൾ തലകുനിക്കണോ? സ്വാശ്രയ കോളേജ് പ്രശ്നം പിന്നെ വന്നതാണ്. നിങ്ങൾ കൂട്ടിക്കുഴച്ചിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാല വിടുന്നു. സ്വകാര്യ സർവകലാശാലയും ഈ പരിയാരം മെഡിക്കൽ കോളേജുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മുടെ നാട്ടിലെ ആളുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ആളുകളുടെ ഓർമ്മയെ കൂട്ടിക്കുഴയ്ക്കാൻ ഇങ്ങനെ കള്ളം പറയുകയാണ്. അവിടെ കൃത്യമായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, കേരള സർക്കാർ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കും. ഇപ്പോഴത്തെ DGPയെ ഞങ്ങളാരും ഇവിടുന്നും കൊണ്ടുവന്നതല്ല. അതുപോലെ DGP വന്നിരിക്കുന്നു. നിയമം പാലിക്കണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എന്തായിരുന്നോ ശീലം, ആ ശീലങ്ങൾ കേരളത്തിൽ നടക്കും.